ഹായ് ഡിയർ സ്റ്റുഡൻസ്, ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ജനറൽ ടേം ഓഫ് ബൈനോമിയൽ എക്സ്പാൻഷൻ, ജനറൽ ടേം ഓഫ് എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എന്നും എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എൻ ആയിരുന്നു. എന്താണ് ജനറൽ ടേം ഓഫ് എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കാം. ജനറൽ ടേമിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന പേര് ടി ആർ പ്ലസ് വൺ എന്നായിരുന്നു അല്ലേ, ടി ആർ പ്ലസ് വൺ. എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ ടി ആർ പ്ലസ് വൺ കാണാനുള്ള ഫോർമുല എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ഒരിക്കലും മറക്കരുത്, എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എന്നിലെ ജനറൽ ടേം ആണ് ഈ കാണുന്നത് ടി ആർ പ്ലസ് വൺ. ഓക്കെ, നമ്മൾ ടി ആർ പ്ലസ് വൺ എന്ന് കൊടുക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ സാധാരണ നമ്മൾ nth ടേമിന് ടി എൻ അല്ലേ, ടി എൻ അല്ലെങ്കിൽ എ എൻ എക്സ് എൻ എന്നൊക്കെയാണ് പേര് കൊടുക്കാറുള്ളത്. സീക്വൻസസ് ആൻഡ് സീരീസിലൊക്കെ ഇങ്ങനെയാണ് പേര് കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഓൾറെഡി എ പ്ലസ് ബി ദി ഹോൾ റേസ് ടു എൻ എന്നുള്ള ഒരു സിമ്പൽ ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ആർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ടി ആർ പ്ലസ് വൺ എന്ന് വരാനുള്ള കാരണം ഇവിടെ കറക്റ്റ് ആർ എന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട 2-3 പോയിന്റ്സ്. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അല്ലേ, ബി സെക്കൻഡ്, ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ ടി ആർ പ്ലസ് വൺ ഇസ് ഇക്വൽ ടു എൻ സി ആർ. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റേസ് ടു എൻ മൈനസ് ആർ, സെക്കൻഡ് റേസ് ടു ആർ, അങ്ങനെയൊക്കെ അതിന് മീനിങ് ഉണ്ട്. ഇനി അതേസമയം എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എൻ ആകുമ്പോൾ നമ്മൾ പറയുന്നത് ടി ആർ പ്ലസ് വൺ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മൈനസ് വൺ റേസ് ടു ആർ എന്നുകൂടെ ഉണ്ടാവും. പിന്നീട് എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. എന്തുകൊണ്ടാണ് മൈനസ് വൺ റേസ് ടു ആർ വരാനുള്ള കാരണം നിങ്ങൾക്കറിയാം. നമ്മൾ എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എൻ എഴുതുമ്പോൾ ആദ്യത്തെ ടേം പ്ലസ് ആയിരിക്കും, പിന്നെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് അങ്ങനെ എക്സെട്ര അങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇത് ഫസ്റ്റ് ടേം ആണല്ലോ, ഇത് സെക്കൻഡ് ടേം നെഗറ്റീവാണ്, തേർഡ് ടേം പോസിറ്റീവാണ്, അങ്ങനെ പോകുന്നു. ഇവിടെ നമുക്ക് സെക്കൻഡ് ടേം ആണ് ആവശ്യം എന്ന് വിചാരിച്ചോളൂ. സെക്കൻഡ് ടേം ആണെങ്കിൽ നമ്മൾ ഇവിടെ T2 എന്ന് വരണം അല്ലേ. അപ്പോൾ ആറിന് 1 എന്ന് കൊടുക്കും. ആറിന് 1 കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് മൈനസ് വൺ റേസ് ടു 1 നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, തേർഡ് ടേം ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ ഇവിടെ T3 വരണം. അപ്പോൾ ഇവിടെ നമ്മൾ ആറിന് 2 എന്ന് കൊടുക്കും. പുട്ട് ആർ ഇസ് ഇക്വൽ ടു 2. ഇവിടെ നോക്കൂ, ആറിന് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 1 സ്ക്വയർ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവും. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എ മൈനസ് ബി ദി ഹോൾ റേസ് ടു എന്നിൻ്റെ ജനറൽ ടേം എഴുതുമ്പോൾ ടി ആർ പ്ലസ് വൺ എന്ന് കൊടുക്കാൻ, ടി ആർ പ്ലസ് വണ്ണിൽ മൈനസ് വൺ റേസ് ടു ആർ എന്ന് എഴുതാനുള്ള കാരണം. ഈ രണ്ട് ജനറൽ ടേംസ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ചാപ്റ്ററിലെ ഒരുവിധം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. ജനറൽ ടേം ഈസ് ഗിവൺ ബൈ ടി ആർ പ്ലസ് വൺ എന്ന് തന്നെ പഠിക്കണം. ടി ആർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. എ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് മെമ്പറാണ്, ഇവിടുത്തെ സെക്കൻഡ് മെമ്പറാണ് ബി. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് മേ ബി, എയും ബിയും ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. 27ഓളം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് 27 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 22-ലെ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ചെറിയൊരു എറർ ഉണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും കറക്റ്റ് ചെയ്യണം. ഇതായിരുന്നു ആ എറർ, ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. റൈറ്റ് ദി 6th ടേം ഇൻ ദി എക്സ്പാൻഷൻ എന്നായിരുന്നു ചോദ്യം. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്, ഇതുവരെ അതിൽ കറക്റ്റാണ്. പക്ഷേ ഈ നമ്പർ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്സിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ നമ്പർ നിങ്ങളൊന്ന് ജസ്റ്റ് അതിൽ മാറ്റി എഴുതണം. ഈ നമ്പറായിരുന്നു മിസ്സിങ്, ആ നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇത്രയും ആൻസർ നമ്മൾ എഴുതിയത് കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് നമ്പർ എഴുതിയപ്പോൾ എറർ സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് എഴുതാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാൻ. ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് x raised to 6 y raised to 3 in the expansion of x plus 2y the whole raised to 9 എന്നാണ്. x plus 2y the whole raised to 9-ലെ ഇങ്ങനെ ഒരു ടേം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന നമ്പറിനാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഈ ചോദ്യം ചെയ്യുന്നത് ടി ആർ പ്ലസ് വൺ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ടി ആർ പ്ലസ് വൺ എഴുതുന്നു, ജനറൽ ടേം ആണ് എഴുതുന്നത്. ടി ആർ പ്ലസ് വൺ ഇസ് ഇക്വൽ ടു നമുക്കറിയാം എൻ സി ആർ അല്ലേ. ഇപ്പം 9 സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സ് റേസ് ടു 9 മൈനസ് ആർ. പിന്നെ ബി റേസ് ടു, ബി എന്ന് പറഞ്ഞാൽ 2y ആണ്, ബി റേസ് ടു ആർ. അപ്പോൾ നമ്മൾ മനസ്സിൽ പറഞ്ഞ് വേണം ഈ റിസൾട്ട് എഴുതാൻ. എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റേസ് ടു 6 എന്ന് വരണം അല്ലേ. എക്സ് റേസ് ടു 6, എക്സിൻ്റെ പവറിൽ 6 എന്ന് വരണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എക്സിൻ്റെ പവറിൽ 6 വരണമെങ്കിൽ ഇവിടെ
9 മൈനസ് ആർ 6 വരണം, അല്ലെങ്കിൽ ആർ എന്ത് വരണം, ആർ ഇസിക്കൽ 3 എന്ന് വരണം അല്ലേ. അപ്പോൾ ആർ ഇസിക്കൽ 3 കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ എക്സിൻ്റെ പവറിൽ ഇതാ എക്സിൻ്റെ പവറിൽ നിങ്ങൾ കാണുന്നത് 9 മൈനസ് ആർ എന്നാണ് അല്ലേ. അപ്പോൾ എക്സ് റേസ് ടു 6 എന്ന് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം, എക്സ് റേസ് ടു 9 മൈനസ് 3 എന്ന് വരണം. അതാണ് എക്സ് റേസ് ടു 6. അപ്പോൾ നമ്മൾ ആറിന് 3 എന്ന് കൊടുക്കണം, ഈ ആറിന് 3 എന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്ത് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും, ആറിന് 3 എന്ന് കൊടുക്കുമ്പോൾ ഞാൻ എഴുതുന്നത് ആർ ഇസിക്കൽ ടു 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് T4 ആ കിട്ടുക അല്ലേ. T4 ഇസിക്കൽ ടു 9C3 എക്സ് റേസ് ടു 9 മൈനസ് 3 അല്ലേ, 6 എന്ന് വരും. ഇവിടെ 2y റേസ് ടു 3 എന്നല്ലേ കൊടുത്തത്, 3. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വൈയുടെ പവറിൽ 3 വരും കണ്ടോ. എക്സ് റേസ് 6 വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈ റേസ് ടു 3 വരും. ഇനി കോഎഫിഷ്യൻ്റ് ആണ് ചോദ്യം അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേ, അപ്പോൾ ഒന്നും കൂടി മാറ്റി എഴുതാണ് ഇതിന് 9C3 2 റേസ് ടു 3 എക്സ് റേസ് ടു 6 വൈ ക്യൂബ് എന്ന് എഴുതി. ഈ 2 റേസ് ടു 3 അങ്ങോട്ട് ഫസ്റ്റിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ നോക്കൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഇത് എക്സ് റേസ് 6 വൈ ക്യൂബ് എന്താണ്, ഈ എക്സ് റേസ് 6 വൈ ക്യൂബിൻ്റെ കൂടെ വരുന്ന നമ്പർ 9C3 2 റേസ് 3 ആണ്. ദെർഫോർ ആൻസർ എങ്ങനെ എഴുതാം നമുക്ക്, കോഎഫിഷ്യൻറ്റ് ഓഫ് എക്സ് റേസ് ടു 6 വൈ റേസ് ടു 3 ഈസ് ഈക്വൽ ടു, ആൻസർ ഇതാണ് 9C3 ഇൻറ്റു 8 ആണ് ഇതിൻ്റെ ആൻസർ. 9C3 ഇൻറ്റു 8. ഓക്കെ, 9C3 ഇൻറ്റു 8 9C3 എന്ന് പറഞ്ഞ് എത്രയായിരിക്കും, 9C3 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 8. ഇത് 3 കൊണ്ട് ക്യാൻസൽ ചെയ്തു, 4 കൊണ്ട് ക്യാൻസൽ ചെയ്തു, 84 ഇൻറ്റു 9 3 കൊണ്ട് ക്യാൻസൽ ചെയ്തു, ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്തു, 84 ഇൻറ്റു 8 അല്ലേ, 672 എന്ന് വരും. 672 ആണ് ഇതിൻ്റെ. ഈ ആൻസർ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതിൻ്റെ സ്കോർ ലഭിക്കും. പക്ഷേ ദിസ് ഈസ് ദി ബെസ്റ്റ് ആൻസർ. 672 ആണ് ഇതിൻ്റെ ബെസ്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇവിടെ എക്സിൻ്റെ പവർ മാത്രം കറക്റ്റ് ചെയ്താൽ തന്നെ വൈയുടെ പവർ ഓട്ടോമാറ്റിക് കറക്റ്റായിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എക്സ് പ്ലസ് 3 ദി ഹോൾ റേസ് ടു 8. ഇവിടെയും നമ്മൾ TR+1 എഴുതുന്നു. വാട്ട് ഈസ് TR+1 നിങ്ങൾ പറഞ്ഞു നോക്കൂ ആൻസർ. TR+1 ഇസ് ഈക്വൽ ടു NCR A റേസ് ടു n മൈനസ് r b റേസ് ടു r. ശരിയല്ലേ, b റേസ് ടു r. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 ആണ് വരേണ്ടത് അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ എക്സിൻ്റെ പവറിൽ 5 എന്ന് വരണമെങ്കിൽ 8 മൈനസ് r 5 വരണം വേണ്ടേ. എക്സിൻ്റെ പവറിൽ 5 എന്ന് വരണമെങ്കിൽ 8 മൈനസ് r 5 വരണം. അപ്പോൾ r എന്ത് വരണം, r ഇസിക്കൽ ടു 3 വരണം അല്ലേ. r ഇസിക്കൽ ടു 3. അപ്പോൾ നമുക്ക് ഇവിടെ r ഇസിക്കൽ 3 എന്ന് കൊടുക്കാം. പുട്ട് r ഇസിക്കൽ ടു 3. r 3 കൊടുക്കുമ്പോൾ ടേം നമ്പർ 4 ആ കിട്ടുക. T4 ഇസിക്കൽ ടു 8C3 എക്സ് റേസ് ടു 8 മൈനസ് r 5 വരും, 3 റേസ് ടു 3 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻറ്റ് ചോദിച്ചാൽ ഈ നമ്പർ മാത്രം എഴുതി കൊടുത്താൽ മതി. Therefore coefficient of x raised to 5 ആണ് അല്ലേ. എക്സ് റേസ് ടു 5ൻ്റെ കൂടെ വരുന്ന ആൾക്കാണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം, കൂടെ വരുന്ന നമ്പറിനാണ് കോഎഫിഷ്യൻ്റ് എന്ന് പറയാം. ആൻസർ ഇതാണ് 8C3 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. 8C3 എന്ന് പറഞ്ഞാൽ 56 ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. 56 ഇൻറ്റു 27. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കുക. 1512 എന്നായിരിക്കും അതിൻ്റെ ആൻസർ. ഈ 8C3 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ ചെയ്തത് ശരിയാണോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു 5 എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാ TR+1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് a raised to 5 b raised to 7 in the expansion of a minus 2b the whole raised to 12. ഇവിടെ നമ്മൾ again TR+1 എഴുതുന്നു. what is TR+1? ജനറൽ ടേം. ഇവിടെ നെഗറ്റീവ് ഉണ്ടാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. -1 raised to r എന്ന് എഴുതണം. -1 raised to r NCR
12CR a raised to 12 minus r. പിന്നെ അടുത്തത് b raised to, b എന്ന് പറഞ്ഞാൽ ഇവിടെ 2b ആണ് പ്രത്യേകം ഓർക്കുക, b raised to r. a raised to 12 minus r, b raised to r. പക്ഷേ ബിയുടെ സ്ഥാനത്ത് 2b ആണ്. ഇനി a raised to 5 b raised to 7 എന്ന് വരണം അല്ലേ. നോക്കൂ, a raised to 5 എന്ന് വരണമെങ്കിൽ അല്ലെങ്കിൽ b raised to 7, അപ്പം a raised to 5 എന്ന് വരണമെങ്കിൽ 12 minus r എന്ത് വരണം, 5 എന്ന് വരണം. എയുടെ പവറിൽ 5 വരണ്ടേ, എയുടെ പവർ 5, അപ്പോൾ ഇത് 5 വരണം. അപ്പോൾ r എന്തായിരിക്കണം, r = 7 ആയിരിക്കണം. r = 7 വരുമ്പം കറക്റ്റ് ആയിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി b raised to 7 വരും. കണ്ടോ, b raised to 7, ബിയുടെ പവറിൽ 7 വരും. പുട്ട് r = 7. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, പുട്ട് r = 7. അപ്പോൾ നമ്മൾ ടേം നമ്പർ 8 ആയിരിക്കും. ടേം 8 = -1 raised to 7 എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. പുട്ട് r = 7. 12C7 a raised to 12 minus 7. 12 minus 7 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. പിന്നെ 2b raised to r, r എന്ന് പറഞ്ഞാൽ 7. നമുക്ക് കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ a raised to 5 b raised to 7 മാത്രം അല്ലേ, അതിൻ്റെ കൂടെ വരുന്ന നമ്പേഴ്സൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ ഉണ്ടാവുക, യെസ്, കോഎഫിഷ്യൻറ്റ് എഴുതുന്നു. കോഎഫിഷ്യൻറ്റ് ഓഫ് a raised to 5 b raised to 7 is equal to, കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന നമ്പർ അല്ലേ. ഒന്നിതാണ് -1. -1 raised to 7 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്. -1 ഇൻറ്റു 12C7 ഇൻറ്റു ഇവിടെ 2 raised to 7 ഉണ്ട്, അത് എഴുതാൻ മറന്നു പോയത്. 2 raised to 7 ഈ കൂടെ വരുന്ന നമ്പേഴ്സിന് പറയുന്ന പേരാണ് കോഎഫിഷ്യൻസ്. a raised to 5 b raised to 7 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, അതിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രമാണ് എഴുതുന്നത്. ഓക്കെ, -1 raised to 7 എന്ന് പറഞ്ഞാൽ മൈനസ്, ഇനി ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, മൈനസ് തന്നെ. 12C7 നമ്മൾ എഴുതണം അല്ലേ. 12C7 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ 12C5 തന്നെ ആയിരിക്കും. 792 എന്ന ആൻസർ കിട്ടും. 2 raised to 7 നിങ്ങൾക്കറിയാം 128 ആണ് അല്ലേ, 128. ഈ രണ്ട് നമ്പേഴ്സ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാനിത് ഫാസ്റ്റായിട്ട് എഴുതുമ്പം എറർ വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും ഭാഗം കറക്റ്റ് ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എഴുതാൻ പാടുള്ളൂ. -101376. ഓക്കെ, കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ പിന്നെ a raised to 5ഉം b raised to 7 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ വരുന്ന നമ്പറിന് പറയുന്നവരാണ് കോഎഫിഷ്യൻറ്റ്സ്. ഓക്കെ, a raised to 5 ഇവിടെ ഉണ്ട്, b raised to 7 ഇവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 2 raised to 7 ഇവിടെ വരുന്നുണ്ട്, അത് മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 31. ഫൈൻഡ് എ പോസിറ്റീവ് വാല്യൂ ഓഫ് m. ഫൈൻഡ് എ പോസിറ്റീവ് വാല്യൂ ഓഫ് m ഫോർ വിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് x² ഈസ് 6. അങ്ങനെയാണ് വായിക്കേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് x² ഈസ് 6. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് m എന്നാണ്. ഇവിടെ എക്സ്പാൻഷൻ ഏതാ, 1 + x² m ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ TR+1 ആദ്യം എഴുതാം അല്ലേ. ജനറൽ ടേം എഴുതുന്നു. വാട്ട് ഈസ് ജനറൽ ടേം, TR+1 is equal to what, NCR. പക്ഷെ ഇവിടെ m ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, MCR 1 raised to m minus r. 1 raised to ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, 1 raised to m minus r. പിന്നെ രണ്ടാമത്തത് x raised to r. അപ്പം NCR a raised to n minus r, b raised to r. പക്ഷെ ഇവിടെ a 1 ആയതുകൊണ്ട് ആ ടേം ഇവിടെ കാണുന്നില്ല. അപ്പം ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ് പറഞ്ഞിരിക്കുന്നത് 6 എന്ന്. ഓക്കെ, കോഎഫിഷ്യൻ്റ് അവിടെ എഴുതി വെക്കാം നമുക്ക്. കോഎഫിഷ്യൻ്റ് ഓഫ് x², കോഎഫിഷ്യൻ്റ് ഓഫ് x² ഈസ് ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഈ എക്സ്പാൻഷനിൽ ജനറൽ ടേം ഇവിടെ കാണുന്നു നിങ്ങൾ. x raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് MCR. x raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് MCR. അപ്പോൾ x raised to 10ൻ്റെ കോഎഫിഷ്യൻസ് MC10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x raised to 2ൻ്റെ x² എന്ന് പറഞ്ഞാൽ x raised to 2 ആണല്ലോ. x raised to 2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കും, ഇതാ x raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് MCR. സോ വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് x² ഹിയർ, യെസ്, കോഎഫിഷ്യൻ്റ് ഓഫ് x². പറഞ്ഞു നോക്കൂ നിങ്ങൾ ആൻസർ. കോഎഫിഷ്യൻ്റ് ഓഫ് x raised to 2 is equal to what, ഇവിടെയൊക്കെ നോക്കിയാൽ മതി. x raised to r-ൻ്റെ ആൻസർ MCR. സോ വാട്ട് ഈസ് x², കോഎഫിഷ്യൻ്റ് MC2 എന്നായിരിക്കും അല്ലേ. x raised to r-ൻ്റെത് MCR ആണെങ്കിൽ x raised to 2ൻ്റെത് MC2 ആയിരിക്കും. പക്ഷേ ഇത് തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് x² is 6 എന്ന് തന്നിട്ടുണ്ട്. therefore നമുക്ക് എങ്ങനെ എഴുതാം, 6 is equal to MC2. കോഎഫിഷ്യൻ്റ് ഓഫ് x² 6 ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, therefore തിരിച്ചെഴുതാണ്, MC2 is equal to 6. എന്താ MC2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. m into m minus 1
ഡിവൈഡ് ബൈ 1 into 2 is equal to 6. എങ്ങനെ എഴുതിയാൽ പോരെ? m into m-1 ഡിവൈഡ് ബൈ 1 into 2 നമ്മൾ പഠിച്ചിട്ടുണ്ട് NCRൻ്റെ ഡെഫിനിഷൻ. ഇതൊന്നും കൂടി മാറ്റി എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, m into m-1 is equal to 12 എന്ന് എഴുതാം. ഈ രണ്ടിനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്കിത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അതല്ലാതെ ഡയറക്റ്റ് ഇതിൽ നിന്ന് ആൻസർ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയാൽ m² - m - 12 = 0 അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പറയാൻ പറ്റും. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 12 എന്ന് കിട്ടണം. ഒരു നമ്പറിൻ്റെ തൊട്ട് താഴെയാണ് മറ്റേ നമ്പർ. അങ്ങനെയാണെങ്കിൽ m എത്ര വരെ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. 4 into 3 അല്ലേ 12. സോ വി ക്യാൻ റൈറ്റ് m = 4. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചുമ്മാ ട്രയൽ നോക്കിയാൽ മതി. എമ്മിന് 4 എന്ന് കൊടുത്താൽ m-1 3 ആവും. 4 into 3 = 12. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഊഹിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റണം. ക്വാഡ്രാറ്റിക് ഇക്വേഷനാക്കി മാറ്റുമ്പോൾ m² - m - 12 = 0. എന്നിട്ട് നമ്മൾ ഇത് ഫാക്ടറൈസേഷനോ അല്ലാത്ത മെത്തേഡോ ഏതെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കും. ഇങ്ങനെ കിട്ടും, m-4 into m+3 = 0. അപ്പോൾ നിങ്ങൾക്ക് m = 4 എന്ന് കിട്ടും. നെഗറ്റീവ് നമ്പർ നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യില്ല. m = -3 ഇമ്പോസിബിൾ ആണ്. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇത്ര മാത്രം ചെയ്താൽ മതി. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 1 + a. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് 1 + a the whole raised to m + n, prove that the coefficients of a raised to m and a raised to n are equal. ഓക്കെ, ഈ എക്സ്പാൻഷനിൽ a raised to m-ൻ്റെയും a raised to n-ൻ്റെയും കോഎഫിഷ്യൻസ് ഈക്വൽ ആണെന്ന് തെളിയിക്കാം. നോക്കാം നമുക്ക്. ആദ്യം ഞാൻ ജനറൽ ടേം എഴുതുന്നു. നോക്കൂ നിങ്ങൾ, ഞാൻ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുമ്പോഴും ഈ ഒരു സെഷനിൽ ജനറൽ ടേമാണ് ആദ്യം എഴുതുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ജനറൽ ടേം TR+1 = NCR. പക്ഷേ ഇവിടെ n എന്ന് പറയുന്നത് നോക്കൂ, ഈ പവറാണ് അല്ലേ, m+n ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണം? NCR എന്നുള്ളതിന് പകരം m + NCR. NCR a raised to n - r. പക്ഷേ a ഇവിടെ 1 ആണ്, കണ്ടോ, a 1 ആണ്. അപ്പോൾ അത് എഴുതുന്നില്ല. രണ്ടാമത്തെ പദം b ആണ്, bക്ക് പകരം a ആണ്. a raised to n - r, b raised to r എന്നല്ലേ. അപ്പോൾ b raised to r. ക്ലിയർ അല്ലേ? NCR എൻ്റെ സ്ഥാനത്ത് m + n ആണ്. n-ൻ്റെ സ്ഥാനത്ത് ഇതാ m + n ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ. അപ്പോൾ NCR 1 raised to n - r, a raised to r. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ r+1 ടേം. ഇവിടെ a raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നിങ്ങൾ കാണുന്ന m + NCR. a raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. നമ്മോട് പറഞ്ഞിരിക്കുന്നത് a raised to m-ൻ്റെയും a raised to n-ൻ്റെയും കോഎഫിഷ്യൻസ് ഈക്വൽ എന്ന് നോക്കാനാണ്. അപ്പോൾ a raised to m-ൻ്റെ കോഎഫിഷ്യൻസ് എന്താ വരിക? r-ന് m എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് a raised to m ആണ് ഞാൻ എഴുതുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് a raised to m = വളരെ സിമ്പിളാണ്. a raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് m + NCR. അങ്ങനെയാണെങ്കിൽ a raised to m-ൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം എഴുതുമ്പോൾ എന്താ വരിക? m + NC. a raised to m ആകുമ്പോൾ ഇവിടെ m എന്ന് എഴുതിയാൽ മതി. a raised to r-ൻ്റെത് ഇവിടെ r അല്ലേ കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ പിന്നെ a raised to എഴുതാൻ പാടില്ല. കോഎഫിഷ്യൻ്റ് ഓഫ് a raised to m എന്ന് പറഞ്ഞാൽ a raised to m-ൻ്റെ കൂടെ വരുന്ന നമ്പർ. a raised to r-ൻ്റെ കൂടെയുള്ള നമ്പറാണ് m + NCR. അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് a raised to m എന്ന് പറഞ്ഞാൽ m + NCM. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് m + NCM? നമ്മൾ NCRൻ്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. NCR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ഇത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഫസ്റ്റ് ഇതാ m + n ഫാക്ടോറിയൽ, m + n ഫാക്ടോറിയൽ, ശരിയല്ലേ? ഡിവൈഡ് ബൈ, ഇനി ഇതാണ് എഴുതേണ്ടത്, m ഫാക്ടോറിയൽ ഇൻറ്റു ഇതേ മൈനസ് ഇത് എഴുതണം. അതാ n - r എന്നല്ലേ പറയുന്നത്. അപ്പോൾ m + n - m. അപ്പോൾ m + n - m എന്ന് പറയുമ്പോൾ m ക്യാൻസൽ ആവും. m + n - m എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ. ഇതാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് a raised to m കിട്ടി. അതുപോലെ ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് a raised to n ആണ് എഴുതുന്നത് കേട്ടോ. കോഎഫിഷ്യൻ്റ് ഓഫ് a raised to n = ഇതാ a raised to n ആകുമ്പോൾ എന്താ? a raised to r-ൻ്റെത് m + NCR, a raised to m-ൻ്റെത് m + NCM, a raised to n-ൻ്റെതാവുമ്പോൾ എന്താ വരിക? m + NCn എന്ന് വരും അല്ലേ. നമുക്കിതിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് നോക്കാം. വാട്ട് ഈസ് m + NCM? ഈ ഡെഫിനിഷൻ NCR-ൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ m + n ഫാക്ടോറിയൽ
ഡിവൈഡഡ് ബൈ ഇതാണ് എഴുതേണ്ടത് n ഫാക്ടോറിയൽ ഇൻറ്റു ഇതാ m പ്ലസ് n മൈനസ് n വരും. m പ്ലസ് n മൈനസ് n എന്താണ്? m ഫാക്ടോറിയൽ. നിങ്ങൾ നോക്കൂ, 1ഉം 2ഉം സെയിം ആണോ നോക്കൂ, അല്ലേ? ഇവിടെ ന്യൂമറേറ്റർ m പ്ലസ് n ഫാക്ടോറിയൽ, ഇവിടെ m പ്ലസ് n ഫാക്ടോറിയൽ. ഇവിടെ രണ്ട് നമ്പേഴ്സാണ് m ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ. m ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ തിരിച്ചെഴുതി എന്നേ ഉള്ളൂ. 1ഉം 2ഉം സെയിം ആണ്. അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് ഇതും കോഎഫിഷ്യൻ്റ് ഓഫ് a raised to n രണ്ടും സെയിം ആണ്. കേട്ടോ, രണ്ട് RHSഉം സെയിം ആണ്. അതുകൊണ്ട് LHS സെയിം ആയിരിക്കും. Therefore from 1 and 2 what we can write? From 1 and 2 coefficient of a raised to m is equal to coefficient of a raised to a n എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ TR+1 എഴുതി. TR+1 നമുക്ക് a raised to r കാണുന്നുണ്ട്. a raised to r ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് m പ്ലസ് n CR. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്നത് a raised to m-ൻ്റെതാണ്. അപ്പോൾ ഈ r-ൻ്റെ സ്ഥാനത്ത് m എന്ന് കൊടുത്തു, ഇതാ ഈ r-ൻ്റെ സ്ഥാനത്ത് m എന്ന് കൊടുത്തു. അതിൽ നമ്മൾ ഈ NCR-ൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചു, പണ്ടത്തെ ഡെഫിനിഷൻ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അതുപോലെ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. നമുക്ക് കാണാം 1ൻ്റെയും 2ൻ്റെയും RHS സെയിം ആണ്. അതുകൊണ്ട് LHS സെയിം ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് a if the coefficient of x square and x cube in the expansion of 3 plus ax the whole raised to 9 are equal. ഇവിടെയും കോഎഫിഷ്യൻസ് ഉപയോഗിച്ചുള്ള ചോദ്യമാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ കാണണം, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് കാണണം, ഈ എക്സ്പാൻഷനിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം TR+1 എഴുതുന്നു. വാട്ട് ഈസ് TR+1? നിങ്ങൾ പറയണം ഇനി ആൻസർ കേട്ടോ. TR+1 ഈസ് ഈക്വൽ ടു, അവിടെ പ്ലസ് തന്നെയാണ് അല്ലേ? അപ്പം NCR a raised to എന്ന് പറഞ്ഞാൽ 3 ആണ്. a raised to n minus r b raised to r. b എന്ന് പറഞ്ഞാൽ ഇതാ സെക്കൻഡ് ടേം ആണ് അല്ലേ? b raised to r. അപ്പോൾ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, b എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ മെമ്പറാണ്, അതാണ് ax. ഇവിടെ ഇതൊന്നുകൂടി ഞാൻ മാറ്റി എഴുതാണ്. 9CR 3 raised to ആദ്യം എഴുതി, 3 raised to 9 minus r എഴുതി. പിന്നീട് ഞാൻ a raised to r എഴുതുന്നു, a raised to r എഴുതുന്നു, x raised to r എഴുതുന്നു. എന്ന് പറഞ്ഞാൽ x raised to r-ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നിങ്ങൾ കാണുന്ന 9CR 3 raised to 9 minus r a raised to r. ഈ x raised to r-ൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് x raised to r-ൻ്റെ കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x raised to 2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? അപ്പോൾ ഈ r-ൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ പോരെ? ഓക്കെ, ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് x raised to r ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പം കോഎഫിഷ്യൻ്റ് ഓഫ്, ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതാം കേട്ടോ. കോഎഫിഷ്യൻറ്റ്സ് ഓഫ് x raised to r. x raised to r ആണ് നിങ്ങൾ കാണുന്ന 9CR 3 raised to 9 minus r a raised to r. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് x raised to r ആണ്. ഇനി ഞാൻ കോഎഫിഷ്യൻ്റ് ഓഫ് x raised to 2 ആണ് ഇവിടെ എഴുതുന്നത്. നമുക്ക് 2ഉം 3ഉം അല്ലേ ഇവിടെ ആവശ്യമുള്ളത്. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് x raised to 2. ഇപ്പോൾ x raised to 2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? r-ൻ്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ മതി. 9C2 3 raised to 9 minus 2 a raised to 2 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് എഴുതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു r-ൻ്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുക്കണം. 9C3 3 raised to 9 minus 3 a raised to 3. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ്. ഇത് രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, therefore ഇത് രണ്ടും സെയിം ആക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് എഴുതുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ആദ്യം എഴുതാണ്. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇംപ്ലൈസ് 9C3 3 raised to ഇത് എത്ര ഉണ്ടാവും? 9 minus 3 6 a cube is equal to coefficient of x square ഇതാ 9C2 3 raised to 7 തന്നെ അല്ലേ? 9 minus 2 7 a square എന്ന് കിട്ടും അല്ലേ? ഈ a സ്ക്വയറിന് ഇങ്ങോട്ട് സൈഡ് മാറ്റുകയാണ്. അപ്പോൾ a ക്യൂബ് ഡിവൈഡഡ് ബൈ a സ്ക്വയർ എന്നാവും. a സ്ക്വയർ അത് ആക്ച്വലി എ ആണ് അല്ലേ? ഇത് ഈ നമ്പേഴ്സ് കംപ്ലീറ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ 9C2 അവിടെ ഉണ്ട്, 3 raised to 7 ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ 9C3 താഴേക്ക് പോയി, 9C3 3 raised to 6 ഇങ്ങോട്ട് പോയി, 3 raised to
6. 3�7 3�6 ക്യാൻസൽ ചെയ്താൽ ബാക്കി ഒരു 3 ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ് 9C2/9C3 into 3 എന്നാണ്. C3 divided by 9C2 into 3 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. 9C2 ചെയ്താൽ കിട്ടും. 9C2 ചെയ്താൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം, ആൻസർ 36 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 9C3 ചെയ്താൽ 84 ആയിരിക്കും. ഇത് 3�7 3�6 ക്യാൻസൽ ചെയ്താൽ 3 ആയിരിക്കും. സോ ഫൈനൽ ആൻസർ 36 divided by 28 9/7 എന്ന് വരുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. 9/7 ചെയ്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. TR+1 എഴുതി. TR+1 x⁻⁴ വരുന്നുണ്ട്. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് x⁻⁴ എന്ന് പറഞ്ഞാൽ x⁻ കൂടെ വരുന്ന r കൂടെ വരുന്ന ഈ നമ്പേഴ്സ്. അപ്പോൾ x⁻² വരുമ്പോൾ പുട്ട് r = 2. r എന്നുള്ളതൊക്കെ 2 കൊടുത്തു. അതുപോലെ x³ കോഎഫിഷ്യൻ്റ് എഴുതി. രണ്ടും ഈക്വൽ ആക്കി നമുക്ക് എയുടെ വാല്യൂ ലഭിക്കും. a³ എന്ന് പറഞ്ഞാൽ a ആണ്. therefore a = 9/7 ആൻസർ കിട്ടും. ഓക്കെ, ഇത് മോഡൽ ചോദ്യം നമ്മൾ കുറച്ച് മുമ്പത്തെ ഒരു ക്ലാസ്സിൽ ചെയ്തിരുന്നു. അതും ശ്രദ്ധിക്കുക, ഈ ചോദ്യവും ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. ഫൈൻഡ് ദി ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് x/2 + 3/x⁻⁴ 10. ഇത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് x എന്ന് പറഞ്ഞാൽ x ഇല്ലാത്ത പദം കാണാനാണ്. ഇവിടെയും നമ്മൾ TR+1 എഴുതുന്നു. നോക്കൂ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ എഴുതുന്നത് TR+1 ആണ്. TR+1 = what? NCR a raised to, what is a raised to n-r b raised to r. b എന്ന് പറഞ്ഞാൽ 3/x, b raised to r. NCR a raised to n-r b raised to r. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10CR. ഞാൻ നമ്പേഴ്സൊക്കെ അടുത്തടുത്ത് എഴുതാം കേട്ടോ. ഇവിടെ ഒരു 1/2 ഉണ്ട് കേട്ടോ. 1/2. ആ 1/2 ഞാൻ ആദ്യം എഴുതുന്നു. 1/2 പവറിൽ 10 - r ഉണ്ട്. ഇവിടെ നമ്പർ ആയിട്ടുള്ളത് 3 ആണ്. 3 raised to r ഉണ്ട്. നമ്പർ അല്ലാത്ത എക്സ് മാത്രമുള്ളത് എഴുതുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ വരുന്നത് 10 - r വരുന്നുണ്ട്. ഇവിടെ താഴെ ഒരു x raised to r ഉണ്ട്. താഴെ ഒരു x raised to r ഉണ്ട്. ഓക്കെ, അപ്പം നമ്പേഴ്സൊക്കെ ആദ്യം പെറുക്കി എഴുതി. നമ്പർ അല്ലാത്ത എക്സ് വരുന്ന x raised to 10 - r ഇവിടെ ഉണ്ട്, x raised to r താഴെയുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 10CR 1/2 raised to 10 - r 3 raised to r. എക്സിൻ്റെ പവറിൽ നമുക്ക് 10 - r എന്ന് എഴുതാം. 10 - r എന്ന് പറഞ്ഞാൽ എന്തെഴുതാ? 10CR 1/2 raised to r 3 raised to r x raised to 10 - 2r എന്ന് എഴുതാം. 10 - 2r. ഇതാണ് ജനറൽ ടേം. ഓക്കെ, TR+1. ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ടാവാത്ത ടേം, എക്സ് ഇല്ലാത്ത പദം എന്നാണ്. ഓക്കെ, എക്സ് ഇല്ലാത്ത പദം. എക്സ് ഇല്ലാത്ത പദം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ പവറിൽ 0 വരണം അല്ലേ. എക്സിൻ്റെ പവറിൽ 0 വരുമ്പോൾ എക്സ് ഉണ്ടാവില്ല, x raised to 0 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ പവറിൽ 0 എന്ന് വരണമെങ്കിൽ എന്ത് സംഭവിക്കണം? എക്സിൻ്റെ പവറിലുള്ളത് ഇപ്പോൾ 10 - 2r ആണ് അല്ലേ. 10 - 2r = 0 വരണം. എക്സിൻ്റെ പവറിൽ 0 വന്നാൽ എക്സ് ഇല്ല എന്നാണ്. 10 - 2r 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം r = 5 എന്നാണ്. നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ മനസ്സിലാവും. r = 5. അതുകൊണ്ട് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു. വാട്ട് ഈസ് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ്? ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഈസ് വാട്ട് ഈസ് പുട്ട് r = 5. r-ന് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് T6 എന്നാണ് കിട്ടുക അല്ലേ. r-ന് നമ്മൾ 5 എന്നാണ് കൊടുക്കുന്നത്. പുട്ട് r = 5. ഇതാണ് നമ്മുടെ ആൻസർ. 10C എന്താ കൊടുക്കേണ്ടത്? r-ന് 5 എന്നാണ്. 10C5. പറയൂ. 1/2 raised to 5 3 raised to 5 എന്നാണ് ആൻസർ. 3 raised to 5. ഇനി x raised to എഴുതേണ്ട ആവശ്യമില്ല, കാരണം x ഇല്ലല്ലോ. x ഇല്ലാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി
ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആൻസർ 2⁵5 3⁵5 ഒക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ എഴുതാം 10C5 3⁵5 ന്യൂമറേറ്ററിലുണ്ട്, 2⁵5 താഴെ ഉണ്ട്. ഇങ്ങനെ എഴുതാം 3/2⁵5. നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇതൊരു ഇൻറ്റിജർ അല്ല, ഒരു റാഷണൽ നമ്പർ ആയിട്ടാണ് വരിക. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഇത്ര എഴുതിയാൽ മതി. 3⁵5 ഉണ്ട്, 2⁵5 ഉണ്ട്, 10C5. ഓക്കെ. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് മീൻസ് എക്സ് ഇല്ലാത്ത പദം എന്നാണ്. എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവറിൽ 0 വരണം. പക്ഷേ ഇവിടെ എക്സിൻ്റെ പവറിൽ 10 - 2r ആണുള്ളത്. 10 - r 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r = 5 ആണ് അല്ലേ. r = 5 കൊടുക്കുമ്പോഴല്ലേ ഇത് 0 വരാൻ നോക്കൂ നിങ്ങൾ. 2r = 10, r = 5 അല്ലേ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 2r = 10, that is r = 10/2. അതാണ് 5 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്നുള്ള ചോദ്യം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാൻ ആദ്യം TR+1 എഴുതുന്നു. വാട്ട് ഈസ് TR+1? TR+1 = ഇവിടെ a - b⁻n ആണ്. അതുകൊണ്ട് -1⁻r എന്ന് എഴുതാൻ മറക്കരുത്. -1⁻r. യെസ് 3/2x². ഇതാണ് a അല്ലേ. a⁻n - r എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന് മുമ്പ് NCR എഴുതണം. NCR. വാട്ട് ഈസ് NCR? 6CR 3/2x². a⁻n - r, a⁻n - r, b⁻r. What is b? 1/3x, b⁻r. ഇതിന് നമ്മൾ എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് വരണം, നമ്പേഴ്സ് ഒരുമിച്ച് വരണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ -1⁻r വരും, പിന്നീട് 6CR വരും. ഇനി നമ്പറായിട്ട് വരുന്നത് ആദ്യം എഴുതുന്നു. നമ്പറായിട്ട് വരുന്നത് 3/2 ആണ്. 3/2 ഇവിടെ ഉണ്ട്. 3/2⁻6 - r ഉണ്ട്. താഴെ ഒരു 3⁻r ഉണ്ട്. കണ്ടോ ഇവിടെ 3⁻r കണ്ടില്ലേ നിങ്ങൾ? അത് ഞാൻ ഇങ്ങനെ എഴുതുന്നു 1/3⁻r എന്ന് എഴുതി. ഈ എക്സിൻ്റെ പവർ മാത്രം ശ്രദ്ധിച്ച് എഴുതണം. എക്സിൻ്റെ പവറിൽ ഇവിടെ 2 × 6 - r ഉണ്ട്. എന്ന് പറഞ്ഞാൽ 12 - 2r ഉണ്ട്. 2 × 6 - r എന്ന് പറഞ്ഞാൽ 12 - 2r. ഇവിടെ താഴെ ഒരു x⁻r ഉണ്ട്. അത് ഇങ്ങനെ എഴുതണം, r എന്ന് എഴുതണം അല്ലേ. താഴെയുള്ള x⁻r മേലേക്ക് ചാടുമ്പോൾ -r എന്നായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. x⁻r താഴെയാണുള്ളത്. അത് നേരത്തെ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ x⁻r എന്നായിരിക്കും. ഡിനോമിനേറ്ററിൽ ന്യൂമറിലേക്ക് വരുമ്പോൾ പവർ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ പവറിൽ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? ഇത് ദിസ് ഈസ് ഈക്വൽ ടു -1⁻r 6CR 3/2⁻6 - r 1/3⁻r x⁻12 - 3r എന്നായിരിക്കും. 12 - 3r. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരണം? 12 - 3r = 0 എന്ന് വരണം അല്ലേ. 3r = 12 എന്ന് വരണം. r = 4 എന്ന് വരണം. ഇപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് പറഞ്ഞാൽ r-ന് 4 എന്ന് കൊടുക്കണം. r-ന് 4 എന്ന് കൊടുത്താൽ എന്തായിരിക്കും ആൻസർ? നമുക്ക് ഇവിടെ എഴുതാം. ആൻസർ ഇവിടെ എഴുതാം. therefore term independent of x is term independent of x is put r = 4. അപ്പോൾ ടേം 5 ആണ് ആൻസർ. ടേം 5 r എന്നുള്ളടത്തൊക്കെ 4 എന്ന് കൊടുക്കണം. അപ്പോൾ -1⁻4 6CR 6C4 3/2 6 - 4 എന്ന് വരും. 6 - 4 എന്ന് പറഞ്ഞാൽ 2. പിന്നെ 1/3 r എന്ന് പറഞ്ഞാൽ r-ന് എന്താ കൊടുക്കേണ്ടത്? 4 അല്ലേ. 4. ഇനി x എഴുതേണ്ട ആവശ്യമില്ല. എക്സിൻ്റെ പവറിൽ 0 അല്ലേ വരുള്ളൂ അല്ലേ. എക്സിൻ്റെ പവറിൽ 0 ഉള്ള ടേമിനല്ലേ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്. -1⁻4 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അത് എഴുതുന്നില്ല. 6C4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ആൻസർ? 6C4 6C2 അല്ലേ. 15 എന്ന് കിട്ടും. 15 × 3² എന്ന് പറഞ്ഞാൽ 9. 3² എന്ന് പറഞ്ഞാൽ 9 /2² എന്ന് പറഞ്ഞാൽ 4. ഇവിടെ 3⁻4 ഉണ്ട്. 81 അല്ലേ. ഇപ്പോൾ 9ഉം 81 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈ 9ഉം 81ഉം ക്യാൻസൽ ചെയ്തു. 9 ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്തു. ഇത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 9 എന്ന് വരും. ഇവിടെ 15/36 ആൻസർ. സോ ദ ആൻസർ ഈസ്
ഒരു പ്രാവശ്യം ക്യാൻസൽ ചെയ്താൽ 15/15 ഡിവൈഡ് ബൈ 36 എന്ന് വരും. വീണ്ടും നമുക്ക് 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5 ഡിവൈഡ് ബൈ 12 എന്ന ആൻസർ കിട്ടും. 5 ഡിവൈഡ് ബൈ 12. ഓക്കെ, അല്ലെങ്കിൽ ഇത് 9ഉം 15ഒക്കെ ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നോക്കുക. 5/12 എന്ന ആൻസർ ലഭിക്കുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പോൾ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പവറിൽ 0 വരണം. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേം നമ്മൾ ഒന്നിലധികം സ്ഥലത്ത് എക്സുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ടേം ആയിട്ട് ആദ്യം എക്സിന് എഴുതണം. ഇവിടെ എക്സ് വരുന്നുണ്ട്, ഇവിടെയും എക്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ ടേം ആക്കി എഴുതണം. ഇവിടെ എക്സിൻ്റെ പവറിൽ 12 - 2r എന്ന് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എക്സിൻ്റെ പവറിൽ ഒരു 6 താഴെ ഡിനോമിനേറ്ററിലാണുള്ളത്. അത് ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ -r എന്ന് എഴുതണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ x⁻²r അത് ഞാൻ ഒന്നും കൂടെ ഇവിടെ പറയാം, ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇവിടെ x⁻²r ഉണ്ട്, താഴെ x⁻r ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ എങ്ങനെ എഴുതും? x⁻² -r എന്ന് എഴുതും. ഓക്കെ, ഈ ഒരു എക്സ്പോണൻഷ്യലിൻ്റെ റൂള് നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കും. ഇവിടെ x⁻r ഉണ്ട്, ഇവിടെ x⁻−r ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എങ്ങനെ എഴുതും? x⁻r + r എന്നാണ് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. എക്സ്പോണൻഷ്യലിൻ്റെ റൂൾസാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ a⁻m ഉണ്ട്, താഴെ ഒരു a⁻n ഉണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത്? a⁻m- നമുക്ക് ഒറ്റയടിക്ക് ഇതിനെ എഴുതാൻ സാധിക്കും. ഈ ഒരു റൂളാണ് ഇവിടെ നമ്മൾ എക്സിൻ്റെ പവറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇതാ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എക്സിൻ്റെ ടേം ഇവിടെ വരുന്നുണ്ട്, 10 - r ഉണ്ട്. ഇവിടെ എക്സിന് താഴെ ഇവിടെയും നേരത്തെ സെയിം റൂളാണ്. x⁻r താഴെ വന്നു, അപ്പോൾ 10 - r -r ഇത് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേ സെയിം റിസൾട്ടാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഫൈൻഡ് ദി ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദിസ് എക്സ്പാൻഷൻ ആൻഡ് ഫൈൻഡ് ദി കോഎഫിഷ്യൻറ്റ് ഓഫ് x⁻6 ഇൻ ദി എക്സ്പാൻഷൻ ഓഫ്. 2 ചോദ്യവും നമ്മൾ ചെയ്യുന്നത് TR+1 ഉപയോഗിച്ചിട്ടാണ്. TR+1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സിൻ്റെ പവർ 0 കൊടുക്കുന്നു, ഇവിടെ എക്സിൻ്റെ പവറിൽ 6 വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 കണ്ടെത്തുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു ശ്രമം ഉണ്ടാവണം. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വൺ ആൻഡ് ഓൾ.